അമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നില്ല. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് കഥ ഉണ്ടാകുന്നു. ദേവി പോയിട്ട് സങ്കടപ്പെട്ട് തിരിച്ചു വരുന്നു. എന്തിനാണ് സ്വാമി അവഹേളിക്കുന്നത്? നമ്മൾ മാളയപ്പുറത്തേക്ക് എഴുന്നള്ളിപ്പേ ഇല്ല, പകരം ഉള്ളത് അയ്യപ്പനാണ് ശരംകുത്തിയിലേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ വീഡിയോ ഉണ്ടാവും യൂട്യൂബിൽ നോക്കുക. ആ എഴുന്നള്ളിക്ക വിഗ്രഹത്തിന് കൊമ്പൻ മീശ ഉണ്ട്, അത് സ്വാമിയാണ്. അല്ലാതെ കൊമ്പൻ മീശയുള്ള മാളയപ്പുറത്തൊക്കെ അല്ല. ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് യോഗഭാവത്തിലിരിക്കുന്ന സ്ഥലമാണ് ശബരിമല. അവിടെ ആത്യന്തികമായിട്ടുള്ള തപസ്സാണ് ഭഗവാൻ ചെയ്യുന്നത്. ആ തപസ്സിന്റെ സമയത്ത് ഭഗവാൻ പോലും ആരാധിക്കുന്ന ദേവിയാണ് അത്ര മാളയപ്പുറത്തമ്മ. ഭഗവാന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ദേവത സ്വാമിയുടെ. പന്തളം അടുത്താണ്, നിങ്ങൾക്ക് പോയി ചോദിക്കാം. പന്തളത്തിന്റെ വേർഷൻ അനുസരിച്ച് മധുര മീനാക്ഷിയാണ് മാളയപ്പുറത്തമ്മ. പന്തളത്തിന്റെ പരദേവതാ സ്ഥാനത്തുള്ള ദേവതയാണ്. അല്ലാതെ കാമുകി എന്നുള്ള സങ്കല്പമില്ല എവിടെയും. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ നാളെ എന്തിനാണ് സ്വാമി എന്നെ പോലൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലകൾ താഴ്ന്നു പോകരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം, മോളെ 1970 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്നുള്ളൊരു സിനിമയിൽ എന്തോ നോൺസെൻസ് പറഞ്ഞു വെച്ചിട്ട് അതല്ല സത്യം. 2, അമ്മമാർ എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, വ്യാസൻ 10 വയസ്സിന് മുമ്പ് പോയത് ഓർമ്മയില്ല, ഇനി 59 വയസ്സ് കഴിഞ്ഞാൽ കാല് മടങ്ങുമെന്ന് അറിയില്ല, പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തിനാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഭഗവാൻ ഒരു വേർതിരിവ് കാണിക്കുന്നത് ഞങ്ങളോട്? ഞാൻ എന്റെ ലക്ഷ്യം പറയാം. പണ്ട് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നത്തെ ഇപ്പോ വൈഷ്ണവ വായിച്ച പോലെ പമ്പാ ഗണപതി സ്റ്റീരിയോയിലിട്ടിട്ട് AC ട്രാവലറിൽ ശബരിമലയ്ക്ക് പോകുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഞാൻ. ഫ്രണ്ട്സുമായിട്ട് ഒരു പ്ലഷർ ട്രിപ്പ്. അതല്ലാത്തൊരു ശബരിമല ഉണ്ടായിരുന്നു. പോയാൽ തിരിച്ചു വരുമോന്ന് ഉറപ്പില്ലാത്ത ശബരിമല. കാൽനടയായിട്ട് സ്വാമിയെ കാണാൻ പോയിരുന്ന സ്വാമിയുടെ ഭക്തരുണ്ടായിരുന്ന ശബരിമല. 41 ദിവസം വ്രതം എടുത്ത് കെട്ടി നിറച്ച് വീട്ടിൽ നിന്ന് ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഇറങ്ങുമ്പോൾ അവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ എന്തൊക്കെയാന്ന് പലർക്കും അറിയായിരിക്കും. പണ്ട് കാലത്തൊരു ഞങ്ങളുടെ ഭാഗത്തൊക്കെ ചെയ്ത് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് വിശ്വാസം. വീട്ടിലെ പുരുഷന്മാര് കെട്ട് നിറച്ച് മലയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകൾ ചെയ്തിരുന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. എന്താ? ഒരു കെടാവിളക്ക് കത്തിച്ച് വെച്ച് അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭഗവാനെ വിളിച്ചിട്ട് പറയും, ഭഗവാനെ, ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ അങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്, കാത്തോണേ 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 എന്ന് പറയാറുണ്ടല്ലോ ഇല്ലേ? 41 ദിവസം വ്രതെടുത്ത സ്വാമി പമ്പയിൽ കുളിച്ച് ഗണപതി ഭഗവാനെ തൊഴുത് 18 പടിയും കയറി ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ഉള്ളിൽ തോന്നിക്കുന്ന സ്വാമിയുടെ വ്രതം കൊണ്ടും സ്വാമിക്ക് എന്നിലുള്ള ഭക്തി കൊണ്ടും എന്റെ അനുഗ്രഹം കൊണ്ടും മാത്രമല്ല സ്വാമി ഇവിടെ വരെ എത്തിയത്. സ്വാമിയുടെ വീട്ടിലിരുന്ന് കുറച്ച് പെണ്ണുങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ കൂടി മഹത്വത്തിലാണ് ഓർത്തോളൂ. അതാണ് ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൊട്ട് 99 വയസ്സുള്ള ഒരു മുത്തശ്ശിന് വരെ അമ്മയെ കാണുന്ന ഒരു ചൈതന്യം നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് സ്വാമി അയ്യപ്പനാണ്. 10 വയസ്സുള്ള കുട്ടി ഭഗവാന്റെ മുമ്പിൽ നിന്നാൽ ഭഗവാൻ അമ്മയെ വിളിക്കും. അതാണ് സ്വാമി. അദ്ദേഹത്തെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഥകൾ ഉണ്ടാക്കി അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കുക. ഇന്നും ഭഗവാന്റെ എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിക്ക് താഴേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ തിടമ്പ് മാളികപ്പുറത്തിന് സമീപത്തൂടെ കൊണ്ടുപോകുമ്പോൾ ആ തിടമ്പ് ചരിക്കാനുണ്ട്. അമ്മയെ മകൻ നമസ്കരിക്കുന്നു എന്നുള്ള സങ്കല്പം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഭഗവാൻ നിങ്ങൾക്ക് വേർതിരിവ് കാണിക്കുന്നുണ്ട്, അയ്യോ 10 വയസ്സിന് മുമ്പല്ലേ പോകാൻ പറ്റുള്ളൂ, ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് വളരെ സൗകര്യം, ഇവിടുന്ന് നേരെ ബസ് പിടിച്ചിട്ട് പന്തളത്ത് പോവാം. അവിടെ കൊട്ടാരത്തിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും തമിഴ്നാട്ടിൽ കണ്ട് പറയാം, നിങ്ങളുടെ സ്വാമി വല്ലാത്തൊരാളാണ്, ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയെങ്കിലും എന്ന് പറയുമ്പോൾ നിങ്ങളെ നമസ്കരിക്കുമല്ലോ. എന്റെ അറിവ് ശരിയാണെങ്കിൽ പന്തളം രാജകുടുംബത്തിന്റെ താവണിയിൽ ജനിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും 10 വയസ്സിന് മുമ്പും പോകാൻ പറ്റില്ല, 59 വയസ്സ് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ സ്വന്തം ഫാമിലിയോടല്ലേ നെപ്പോട്ടിസം കാണിക്കേണ്ടത്? കാണിച്ചില്ലല്ലോ. എന്റെ കുടുംബക്കാരല്ലേ വന്നോട്ടെ, അങ്ങനെയുണ്ടോ? ഇല്ല. എല്ലാവരെയും ഒരുപോലെ കണ്ടപ്പോ നമുക്കൊരു സ്ഥാനം കൂടുതൽ നിന്ന ഭഗവാനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്രയും സ്നേഹിക്കും. അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വത്താണ്. പാണ്ഡ്യേശ വംശതിലകം കേരളീയ കേളി വിഗ്രഹം എന്നാണ്. പാണ്ഡ്യന്റെ മകനായിട്ട് ജനിക്കുകയും കേരളത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സദാസമയം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ അഭിമാനമാണ്. എങ്ങനെയാണോ
കൊട്ടാരക്കര നമ്മുടെ അഭിമാനമായിട്ടുള്ളത്, അതുപോലെ നമ്മുടെ അഭിമാനമാണ് സ്വാമി. അതുകൊണ്ട് സാധിക്കുന്നത്ര അദ്ദേഹത്തെ ആരാധിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ തരട്ടെ. ആ ഭഗവാൻ ആറാട്ടിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് പമ്പയിൽ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞതിന് ശേഷം പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ എത്രയോ എത്രയോ ആളുകൾ ഭഗവാന്റെ മുമ്പിൽ നിറവറ സമർപ്പിക്കാൻ വേണ്ടി പോകാൻ എനിക്ക് ഒന്ന് ഇവിടുത്തെ ചിലപ്പോൾ ആൾക്കാരും പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ ഭഗവാനാണ് നമ്മുടെ ഈ കേരളത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം. ശാസ്താവ് എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം എന്താ? ശാസ്താവ്, പഠിപ്പിക്കുന്നവൻ, ഗുരുനാഥൻ എന്നാണ്. സ്വാമി പഠിപ്പിക്കുക ചെയ്യാം. എന്താ പഠിപ്പിക്കുക? ശരിയ ശീലം, എങ്ങനെ ഒരു ജീവിതം നല്ല രീതിയിൽ ജീവിക്കാമെന്ന് ഇക്കണ്ട മലയാളികളെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു ചൈതന്യം സനാതന ധർമ്മത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പ സ്വാമി എന്നാണ്. ആ മുദ്രമാല കഴുത്തിലേക്ക് വരുമ്പോ കറക്റ്റ് സമയത്ത് നമ്മൾ എണീക്കും, കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങും, കൃത്യമായിട്ടുള്ള ആഹാരം മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ, ഒരു തരത്തിലുള്ള മോശം വാക്കുകൾ നമ്മൾ പറയില്ല, ഒരു തരത്തിലുള്ള മോശം ചിന്തയും നമ്മുടെ മനസ്സിൽ വരില്ല. അങ്ങനെ ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എനിക്ക് വൈഷ്ണവ ഒരു പാട്ട് വായിച്ചു. ഒരു വർഷം മുമ്പ് ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്ന സമയത്ത് മാല ഊരൽ ചടങ്ങ് നടക്കുക ഞങ്ങളുടെ നാട്ടില്. ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് അമ്പലം തുറന്നിട്ടില്ല. തുറക്കുന്ന സമയത്താണ് സാധാരണ മാല ഊരാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങുന്ന സമയം തൊട്ട് മാലിട്ട നാൾ തൊട്ട് ഞങ്ങളെ കെയർ ചെയ്യുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നത് ഒരു മുതിർന്ന ആള്, ഒരു 40-45 വയസ്സുണ്ടാവും വിചാരിച്ചു. അദ്ദേഹമാണ് ഈ പുഴയിൽ പോയി കുളിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭസ്മം വലിയൊരു ബോട്ടിൽ അദ്ദേഹം കൊണ്ടുവരും. ആരൊന്നും കൊണ്ടുവരണ്ട, എല്ലാം അദ്ദേഹത്തിന്റെ സ്റ്റോക്കാണ്. രാസ്നാദി വലിയൊരു ബോട്ടിൽ അദ്ദേഹം കൊണ്ടുവരും. കെട്ട് നിറയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്കൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടത് അദ്ദേഹം. തേങ്ങ കഴുകി വൃത്തിയാക്കുന്നത് ഒക്കെ അദ്ദേഹം. ഞാൻ 1, 2, 3 തവണ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ഈ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഓരോ സ്ഥലം വരെ കാണിച്ചു തരും. ഇവിടെ നിന്നാണ് സ്വാമിയെ പന്തളം രാജാവിന് കിട്ടിയത്, ഇതാണ് നീലിമല ടോപ്പ്, ഇതാണ് കരിമല, ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരും. തിരിച്ച് സന്നിധാനത്തിന്റെ തൊഴുത്ത് വിരിയിൽ വിസ്മരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രം എന്റെ മനസ്സിലുള്ളത് വലിയൊരു കമ്പിളി പുതപ്പ് മുഴുവൻ അരവണ നിറച്ചിട്ട് അത് 2 സഞ്ചിയാക്കി പിടിച്ച് ഇങ്ങനെ ഏറ്റി വരുന്ന രൂപ എന്റെ മനസ്സിലുള്ളത്. ഞങ്ങൾ നാട്ടിൽ കഴിഞ്ഞപ്പോൾ അമ്പലം അടച്ചിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ആ അമ്പലത്തിന്റെ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള തെരുവ് പട്ടികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കളെ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, എന്തായാലും അമ്പലം തുറക്കാൻ സമയമുണ്ട്, ഞാൻ രാവിലെ ഇരുന്നോളാം. അങ്ങനെ ഞങ്ങൾ നോക്കിയാണ്. രാവിലെ അമ്പലം തുറന്നു, ഞങ്ങൾ പുഴയിൽ പോയി കുളിച്ചു, ഭസ്മൊക്കെ തൊട്ട് വന്നു, മാല ഊരൽ ചടങ്ങ് നടക്കുകയാണ്. സാധാരണയുള്ള പതിവ് ഗുരുസ്വാമിയെ നമസ്കരിക്കുന്നു, ശരണം വിളിക്കുന്നു, മാല ഊരുന്നു. അതാണ് രീതി. നമ്മളൊക്കെ കഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട്. അപ്പൊ ഇദ്ദേഹം കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അടുത്ത വട്ടം നമുക്ക് ഒപ്പം തന്നെ പോകണം, ഒപ്പം ഉണ്ടാവണം. ഇദ്ദേഹത്തിന്റെ ടേൺ വന്നു മാല ഊരാൻ. അദ്ദേഹം വളരെ ചിരിച്ചിട്ട് ടാറ്റ ചെയ്തെന്ന് പോയി. ഗുരുസ്വാമി നമസ്കരിച്ചു. അയ്യപ്പന്റെ ഒരു ചെറിയ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ശരണം വിളിക്കാൻ തുടങ്ങി. കയ്യിലെ മാല എടുത്ത് പൊക്കി. ഈ ഒരു ഹൈറ്റിൽ നിന്ന് അദ്ദേഹത്തിന് ആ മാല പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം സ്വാമിയെ ഒന്ന് ശരണം വിളിച്ചുകൊണ്ടേയിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരമായിട്ട് വെള്ളം ഇങ്ങനെ കുടുകുടുകുടുന്നു ഒഴുകണം. അപ്പോഴേക്ക് ഓടി ചെന്ന് ബാക്കി സ്വാമിമാരൊക്കെ പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി റിലാക്സ് ആയിട്ട് ഊരാൻ കരുതി. അപ്പൊ ഞങ്ങളൊക്കെ സംസാരിച്ചു, ഇത്രയധികം ഭഗവാനോട് ഭക്തിയുള്ള ഒരാള്, ഇത്രയധികം ഭഗവാനോട് സാധനമുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ കൂടെ ശബരിമലയ്ക്ക് പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായാലോ എന്ന് കരുതി ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോയി. വൈകുന്നേരം ഈ പിടിച്ചു മാറ്റിയൊരു സ്വാമിയെ ഞങ്ങൾ കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് അദ്ദേഹം കരഞ്ഞത്? ഇത്രയധികം ഭഗവാനോട് ഭക്തിയുണ്ടോ അദ്ദേഹത്തിന്, എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. ഒറ്റ വാചകത്തിനാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടിയത്. വ്യാസൻ നാളെ 6 മണിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈ വറയ്ക്കുന്നു. ഇത്രയും നാൾ ആ മുദ്ര ശരീരത്തിൽ കിടക്കുമ്പോൾ എന്തിനേയും നിയന്ത്രിക്കാനുള്ള ശക്തി തനിക്കുണ്ട് എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ മാല ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അഴുക്ക് ചാലുകൾ നിറഞ്ഞ് എന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാണെന്നുള്ള ചിന്തയാണ് അത്ര കണ്ണീരായിട്ട് അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നത്. ഞാൻ പറയുമ്പോൾ അദ്ദേഹം സ്വാമിയെ കണ്ട ആളല്ല, സ്വാമിയെ അനുഭവിച്ചാണ്. നമുക്ക് ആത്മികമായിട്ട് സ്വാമി അനുഭവിക്കാണ് വേണ്ടത്. ഞാൻ പറയുമ്പോ ഈ ഒരേ ഒരു പുണ്യം, ദിവ്യ ദർശനം, അതിന്റെ അപ്പുറത്ത് ദർശനത്തിനുപരിയായിട്ട് സ്വാമിയെ ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും.
തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ യോഗപട്ടം ധരിച്ച് ചിന്മുദ്ര ധരിച്ചിട്ടുള്ള ആ ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു വ്രതകാലത്ത് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോയത്, അതുപോലെ മനോഹരമായിട്ടൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇത്രയും നാൾ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് ചിരി കണ്ടു, നാളെ മുതൽ അവർ കരയുന്നത് എന്റെ വീട്ടിൽ നിന്ന് കേൾക്കാം. ഓരോ സാധനങ്ങൾ കഴിച്ചു വന്ന് അടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളെ ചര്യ പഠിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. നീ എന്നെ പോലാവ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ് ഭഗവാൻ. സ്വന്തം പേരെടുത്ത് തന്റെ ഭക്തന് കൊടുക്കുന്ന ഒരേ ഒരു ഈശ്വരനാണ് ഭഗവാൻ. എല്ലാവരും സ്വാഗതം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുസന്നിധിയിലും എപ്പോഴെങ്കിലുമൊക്കെ പോകാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ട്